മലയാളത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രചനയാണ് ഐതിഹ്യമാല. ഒരു കൂട്ടം കഥകളുടെ സമാഹാരമാണ് ഐതിഹ്യമാല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. 1855 കോട്ടയത്തിനടുത്തുള്ള കൊടിമതിയിൽ കൊട്ടാരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. വാസുദേവൻ ഉണ്ണിയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. തൻ്റെ മാതാപിതാക്കളുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു ശങ്കുണ്ണി. ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് അച്ഛൻ്റെ പേരായ വാസുദേവൻ എന്നു തന്നെയായിരുന്നു. അതുകൊണ്ട് ശങ്കു എന്നായിരുന്നു ബാല്യകാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇതിനൊപ്പം ജാതിപ്പേരായ ഉണ്ണി ചേർത്ത് പിൽക്കാലത്ത് ശങ്കുണ്ണി എന്ന് പ്രസിദ്ധനായി. 10 വയസ്സുവരെ ആശാന്മാരുടെ വീടുകളിലായിരുന്നു പഠനം. അന്ന് വിദ്യാലയങ്ങളുണ്ടായിരുന്നില്ല. പിന്നീട് 17ാമത്തെ വയസ്സിൽ മണ്ണാർക്കാട് ശങ്കരവാര്യരിൽ നിന്നും സിദ്ധരൂപം പഠിച്ചു. അതോടൊപ്പം വയസ്കര ആര്യനാരായണ മൂസിൽ നിന്നും രഘുവംശം, മാഗം, നൈഷധം തുടങ്ങിയ കാവ്യങ്ങളും സഹസ്രയോഗം, ഗുണപാഠം, ചികിത്സാക്രമം, അഷ്ടാംഗഹൃദയം തുടങ്ങിയ പാരമ്പര്യ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിച്ചു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേശവദാസചരിതം രചിച്ചത്. 1881 മുതൽ 12 വർഷത്തോളം ശങ്കുണ്ണി വിദേശീയരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും മറ്റും മലയാളം പഠിപ്പിക്കുവാൻ തുടങ്ങി. 1893 മാർ ദിവാനിയോസ് സെമിത്തേരി ഹൈസ്കൂളിൽ അദ്ദേഹം ആദ്യ മലയാള മുൻഷിയായി. 1898 മുതലാണ് ഐതിഹ്യമാലയുടെ രചന അദ്ദേഹം തുടങ്ങിയത്. മനോരമയിലും ഭാഷാഭൂഷണിയിലും പ്രസിദ്ധീകരിക്കാനായിരുന്നു ഐതിഹ്യമാല തുടങ്ങിയത്. പിന്നീട് മരണം വരെ ഈ രചന അദ്ദേഹം തുടർന്നു. 1937 ജൂലൈ 22 തൻ്റെ 82ാമത്തെ വയസ്സിൽ കൊടിമതിയിൽ തൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു.